കൂട്ടക്കൊലകൾ നിത്യസംഭവമായി നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു വശത്ത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന യുവതലമുറ, മറ്റൊരുത്തെ പീഡനങ്ങളും കൊലപാതകങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ നമുക്ക് കാണുവാൻ കഴിയും. പത്രത്താളുകളിലൂടെ കടന്നു വരുന്ന വാർത്തകളും മാധ്യമങ്ങളിലെ വാർത്തകളൊക്കെ നാം നോക്കുമ്പോൾ നമുക്കറിയാം, ജനിപ്പിച്ച അപ്പൻ പോലും മക്കളെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടം. രക്തബന്ധങ്ങൾക്ക് യാതൊരു വിധമാകുന്ന വിലയും കൽപ്പിക്കാതെ അപ്പൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ വാളെടുത്തുകൊണ്ട് പോരാടുന്ന ഒരു പോരാട്ടത്തിന്റെ നടുവിൽ നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നാം ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇവിടെയാണ് സുവിശേഷത്തിന്റെ അതിശക്തമായിരിക്കുന്ന പ്രവൃത്തി വെളിപ്പെടുന്നതിന് മുഖാന്തരമായ ചില കാരണങ്ങൾ വെളിപ്പെടുന്നത്. കാരണം സുവിശേഷം, യേശുക്രിസ്തു എന്ന് പറയുന്നത് സമാധാനത്തിന്റെ പ്രഭുവാണ്. ഇന്ന് അനേകർ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിത നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ സമാധാന പ്രഭുവായ യേശു പറയുന്നു, ലോകം തരാത്തൊരു സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് നിത്യമായ സമാധാനമാണ്. ഇന്ന് സമാധാനത്തിനു വേണ്ടി മനുഷ്യൻ അനേകം നേർച്ചകളും കാഴ്ചകളും തീർത്ഥാടനങ്ങളും പദയാത്രകളും മലകയറ്റങ്ങളും ഒക്കെ നടത്തിയിട്ടും അതിനകത്തുനിന്നൊരു സമാധാനം പ്രാപിക്കുവാൻ കഴിയാതെ അവരുടെ മനസ്സാക്ഷി പിന്നെയും ആക്ഷേപിച്ചുകൊണ്ട് ആത്മഹത്യയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. നാം വസിക്കുന്ന ഈ കേരളം പോലും ഒരു കാലത്ത് വിദേശികളടക്കം വാനോളം പാടിപ്പുകഴ്ത്തി ഗോഡ്സ് ആൻഡ് കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുന്ന ഈ കേരളം, സാക്ഷരത കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്ന ഈ കേരളത്തിൽ പോലും ഇന്ന് ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രേമനൈരാശ്യം മൂലം കാമുകന്മാർ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ പുഴയിലേക്ക് എടുത്തു ചാടിയോ ഒരു കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ജീവിതം ഒടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ലോകത്തിൽ ഞാനും നിങ്ങളും വസിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞിടയ്ക്ക് പത്രമാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയുണ്ട്. മാതാപിതാക്കൾ ഒരു മകളെ നേഴ്സിംഗ് പഠിക്കാനായി ബാംഗ്ലൂരിലേക്ക് അയച്ചതാണ്. എന്നാൽ പോലീസ് അവളെ പിടിക്കുവാനിടയായി തീർന്നു. അവിടെ ബാഗ് പരിശോധിച്ചപ്പോൾ ലക്ഷക്കണക്കിന് രൂപ വരുന്ന MDMA എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്യുവാനിടയായി തീർന്നു. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഈ വാർത്ത കേട്ട് പൊട്ടിക്കരയുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള എത്രയോ വാർത്താ പരമ്പരകളാണ് ഓരോ നിമിഷവും നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ കലാലയങ്ങളിലേക്കും അതുപോലെ സ്കൂളുകളിലുമൊക്കെ പറഞ്ഞയക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരു ശുഭപ്രതീക്ഷയുണ്ട്. അവരെ ഹയർ സ്റ്റഡിയിലേക്കൊക്കെ പറഞ്ഞയക്കുമ്പോൾ അവരെ കുറിച്ച്